ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമുക്ക് തേർമൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചറും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർമൽ അനാലിസിസ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് തെർമൽ അനാലിസിസ് മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് TGA ആൻഡ് another one differential thermal analysis DTA. ആദ്യം നമുക്ക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ TGA അതെന്താന്ന് നോക്കാം. നമ്മുടെ മാസ് ഓഫ് മെറ്റീരിയല് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചറോ ടൈമോ ആയിട്ട് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓർ ടൈം ആണ് എക്സ് ആക്സിസിൽ വരിക. വൈ ആക്സിസിൽ നമ്മുടെ മാസ് ചേഞ്ച് ആണ്, വെയിറ്റ് ഇൻ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വൈ ആക്സിസിൽ കാണിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു TGA കർവിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മളൊരു സർട്ടൈൻ അറ്റ്മോസ്ഫിയർ, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് മാസ് ഓഫ് മെറ്റീരിയലിന് ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ടെമ്പറേച്ചർ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴോ, അതായത് ഹീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂൾ ചെയ്യുമ്പോഴോ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നതാണ് നമ്മൾ TGAയിൽ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് TGA മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സാമ്പിൾ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ ചെയ്യും. ഒരു കൺട്രോൾഡ് റേറ്റിലാണ്, അതായത് ഒരു പെർ മിനിറ്റ് ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഒരു സ്പെസിഫിക് എൻവയോൺമെന്റ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയറിൽ അല്ലെങ്കിൽ നൈട്രജനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസസിന്റെ പ്രസൻസിൽ, അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് അറ്റ്മോസ്ഫിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും കൺട്രോൾഡ് റേറ്റിൽ നമ്മൾ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവുക. അതിനനുസരിച്ച് സാമ്പിളിന് ഉണ്ടാവുന്ന വെയിറ്റ് ചേഞ്ച് നമ്മൾ ടെമ്പറേച്ചറിൻ്റെയോ ടൈമിൻ്റെയോ ഫങ്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ പറയുന്നത് തെർമോഗ്രാവിമെട്രിക് കർവ് അല്ലെങ്കിൽ തെർമോഗ്രാം എന്ന്. അതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ടൈം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കും, വൈ ആക്സിസിൽ നമ്മൾ വെയിറ്റ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജും കൊടുക്കും. അത് തമ്മിലുള്ള ഗ്രാഫിനെയാണ് TG കർവ് അല്ലെങ്കിൽ തെർമോഗ്രാം എന്ന് പറയുന്നത്. TGയുടെ ബ്ലോക്ക് ഡയഗ്രം ആണ് അടുത്തത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് സാമ്പിൾ വെക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയും. അതായത് ഒന്നെങ്കിൽ ഒരു പാൻ പോലെയുള്ളതായിരിക്കാം, കുറച്ച് ചെറിയ ഒരു ആഴമുള്ള പാൻ പോലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെപ്ത് ഉള്ള ടൈപ്പ് ക്രൂസിബിൾ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ സാമ്പിൾ പിടിക്കാനായിട്ട് സാമ്പിൾ ഹോൾഡർ ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു ടെമ്പറേച്ചർ സെൻസർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൺട്രോൾഡ് റേറ്റിലാണ് ഹീറ്റ് ചെയ്യോ കൂൾ ചെയ്യോ ചെയ്യണതെന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യുന്നത് ഒരു ഫർണസിന്റെ ഹെൽപ്പോടെയാണ്. ആ ഫർണസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിലത്തെ ടെമ്പറേച്ചർ പ്രോഗ്രാം ഉണ്ട്. കൺട്രോൾഡ് റേറ്റിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂൾ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന ടെമ്പറേച്ചർ പ്രോഗ്രാമർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തണമെന്ന് പറയുന്നു. ആ അറ്റ്മോസ്ഫിയർ കൺട്രോളിനുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിന്റെ വെയിറ്റിന്റെ ഒപ്പം മൈക്രോ ബാലൻസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് സാമ്പിളിന് ഉണ്ടാവുന്ന വെയിറ്റ് ചേഞ്ച് അതിന് പെട്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ബാലൻസ് കൺട്രോളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പെട്ടെന്ന് മെഷർ ചെയ്തിട്ട് അത് റെക്കോർഡറിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് വെയിറ്റ് കൂടാതെ ഏതായിരുന്നു? ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോൾ വെയിറ്റും ടെമ്പറേച്ചറും, ചേഞ്ച് ഇൻ വെയിറ്റും ടെമ്പറേച്ചറും നമുക്ക് റെക്കോർഡറിലേക്ക് ഇൻപുട്ട് ആയിട്ട് പോകും. ഇതാണ് നമ്മുടെ TGയുടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻസ് വരുന്നത് മെറ്റീരിയൽ സയൻസിലാണെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി, പ്യൂരിറ്റി, കോമ്പോസിഷൻ, അതുപോലെ പോളിമേഴ്സിന്റെ ആണെങ്കിൽ ഡിഗ്രേഡേഷൻ, ടെമ്പറേച്ചർ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിലാണെങ്കിൽ മോയ്സ്ചർ, റെസിഡ്യുവൽ സോൾവെന്റ്സ്, ഓക്സിഡേറ്റീവ് സ്റ്റെബിലിറ്റി ഒക്കെ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ ഡിഗ്രേഡേഷൻ പാറ്റേൺസ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സ്റ്റഡി ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. ഇത് നമ്മൾ കാറ്റലിസിസിൽ യൂസ് ചെയ്യും. കാറ്റലിസ്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് റിയാക്ഷന്റെ ടൈമിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസിസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻവയോൺമെന്റൽ സയൻസിൽ
നമ്മളെ വോളറ്റൈൽസ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഒരു മെറ്റീരിയലിലുള്ളത് അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. കെമിക്കൽ കൈനറ്റിക്സിലും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻസും ആക്ടിവേഷൻ എനർജിയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് TGA ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ TGA റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഫാക്ടേഴ്സിൽ വരുന്നത് ഹീറ്റിംഗ് റേറ്റ്. ഫർണസിൽ നമ്മൾ എത്രയാണ് കൺട്രോൾഡ് റേറ്റ് ആയിട്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം പെർ മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഹീറ്റിംഗ് റേറ്റ് കൊടുക്കണേ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ആണോ, എയർ അറ്റ്മോസ്ഫിയറിലാണോ, നൈട്രജൻ അറ്റ്മോസ്ഫിയറിലാണോ, കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലാണോ, അങ്ങനെ ഏത് അറ്റ്മോസ്ഫിയർ ആണെന്നുള്ള ഫാക്ടറും ഈ TGA റിസൾട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സാമ്പിളിന്റെ വെയിറ്റും അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് യൂണിഫോം ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണോ എടുത്തിട്ടുള്ളത്, നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ യൂണിഫോം ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണോ എന്നുള്ളതൊക്കെ TGA റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിൽ പെടുന്നു. അപ്പോൾ ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്, സാമ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സിൽ ഹീറ്റിംഗ് റേറ്റും അറ്റ്മോസ്ഫിയറും അതുപോലെ സാമ്പിൾ ഫാക്ടേഴ്സിൽ വെയിറ്റും പാർട്ടിക്കിൾ സൈസും ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് DTA. സാമ്പിളും ഒരു റെഫറൻസ് മെറ്റീരിയലും ഉണ്ടാവും. അത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മൾ ഓരോ തെർമൽ കണ്ടീഷൻസിലും ഉള്ളത് സ്റ്റഡി ചെയ്യുന്നത്. നേരത്തെ കേസിൽ നമ്മൾ വെയിറ്റ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ആയിരുന്നു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് നോക്കിയിരുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ 2 മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്. ഒരെണ്ണം സാമ്പിളും ഒരെണ്ണം റെഫറൻസ് മെറ്റീരിയലും. രണ്ടിന്റെയും കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷൻസിലായിരിക്കണം. സാമ്പിൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ ആയിരിക്കണം റെഫറൻസ് മെറ്റീരിയലും കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചറിനനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്യുന്നത് DTA. DTA പ്രിൻസിപ്പിളിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ പ്ലേസ്മെന്റ് ആണ്. അതായത് സെയിം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സാമ്പിളിനെയും അതുപോലെ തന്നെ റെഫറൻസ് മെറ്റീരിയലിനെയും കീപ്പ് ചെയ്യുക. അടുത്തത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലി പ്രോഗ്രാം ചെയ്തിട്ടുള്ള കൺട്രോൾ മെത്തേഡ്സ് അവൈലബിൾ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ ആണ്. നമ്മൾ ലീനിയർ ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യോ, ഹീറ്റ് ചെയ്യോ കൂൾ ചെയ്യോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിഫറൻഷ്യൽ തെർമോകപ്പിൾ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസും സാമ്പിളും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ΔT എന്നാണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോകപ്പിള് യൂസ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഉള്ളത് സാമ്പിൾ ടെമ്പറേച്ചർ മെഷർമെന്റ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാമ്പിളിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ അതിനുശേഷം ഡാറ്റ കളക്ഷനിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു. ആദ്യം ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DTA പറയാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെ ഉണ്ടാവും? 2 മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് സാമ്പിൾ ആയിരിക്കും, ഒന്ന് റെഫറൻസ് ആയിരിക്കും. രണ്ടും സെയിം അറ്റ്മോസ്ഫിയറിലായിരിക്കണം കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. തെർമോകപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ. സാമ്പിളിന്റെ ടെമ്പറേച്ചറും നമുക്ക് എടുക്കണം. അതുപോലെ സാമ്പിളും റെഫറൻസും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും നമുക്ക് മെഷർ ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ ടെമ്പറേച്ചർ ലീനിയർലി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫർണസ് ഉണ്ടായിരിക്കും, അതിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള കൺട്രോളറും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ΔTയുടെ വേരിയേഷൻ ആണ്. നമുക്ക് 2 എണ്ണം ഉണ്ട്. ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് റെഫറൻസിന്റെ ആണ്, അതായത് ലീനിയർലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സാമ്പിൾ എടുത്തിട്ടുള്ളത്, സാമ്പിളിന്റെ കേസിൽ സപ്പോസ് ലീനിയർ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ΔT നെഗറ്റീവ് വന്നു വിചാരിക്കുക. സാമ്പിളിന്റെ ടെമ്പറേച്ചർ റെഫറൻസ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ΔTയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ΔTയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണെന്നാണ്. അതേസമയം എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ എന്താണ്? ഹീറ്റ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സാമ്പിളിന്റെ ടെമ്പറേച്ചർ നമ്മുടെ റെഫറൻസ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് നമുക്ക് എന്താണ്? ΔT പോസിറ്റീവ് ആയിരിക്കും, എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് മെറ്റീരിയൽ ക്യാരക്ടറൈസേഷൻ, അത് ഫേസ് ട്രാൻസിഷൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. എൻഡോതെർമിക് ആണെങ്കിലും എക്സോതെർമിക് ആണെങ്കിലും എന്ത് ഫേസിലേക്കാണ് അത് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ പെർട്ടിക്കുലർ DTA വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെൽറ്റിംഗ് സംഭവിച്ചോ, ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ.
അതുപോലെ റിയാക്ഷൻ സ്റ്റഡീസ്, കെമിക്കൽ റിയാക്ഷൻസ് സ്റ്റഡി ചെയ്യാനായി ഓക്സിഡേഷനോ ഡീകമ്പോസിഷനോ പോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് നോക്കാൻ, അതുപോലെ തന്നെ റിയാക്ഷൻ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് മിനറോളജിയിൽ ഹൈഡ്രേഷനും ഡീഹൈഡ്രേഷൻ റിയാക്ഷൻസും മിനറൽസിൻ്റെ അത് സ്റ്റഡി ചെയ്യാനായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആണ് DTA. അടുത്തത് ക്വാളിറ്റി കൺട്രോൾ ആണ്, ബാച്ച് കൺസിസ്റ്റൻസി മോണിറ്റർ ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ. അടുത്തത് ഫാർമസ്യൂട്ടിക്കലിലാണെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി, ഡ്രഗ് കോമ്പാറ്റിബിലിറ്റി തുടങ്ങിയവയൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ടും നമുക്ക് DTA ഹെൽപ്ഫുൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.